ലോ അക്കാദമിയിൽ സംഘർഷ ഭരിതമായ രംഗങ്ങൾ. അക്കാദമിക്ക് മുന്നിൽ രണ്ട് വിദ്യാർത്ഥികൾ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആത്മഹത്യാ ഭീഷണി മുഴക്കി മരത്തിന് മുകളിൽ കയറിയ വിദ്യാർത്ഥിയെ പോലീസ് താഴെ ഇറക്കി. ലക്ഷ്മി നായരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടാൻ പാസ്പോർട്ട് ഓഫീസർക്ക് കത്ത് നൽകുമെന്ന് പോലീസ് പറഞ്ഞു. വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി എസ് ജീവൻകുമാർ നൽകും. ജീവൻ, സംഭവബഹുലമായ മണിക്കൂറുകളാണ് കടന്നുപോയത്. സംഘർഷത്തിന് അയവുണ്ടായിട്ടുണ്ടോ ഇപ്പോൾ? അരുൺ, സംഘർഷത്തിന് താൽക്കാലികമായി അയവ് വന്നിരിക്കുകയാണ്. പൂർണ്ണമായും സ്ഥിതിഗതികൾ പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നിലവിൽ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ആരംഭിച്ച സംഘർഷാവസ്ഥയ്ക്ക് 6:30-ക്ക് ശേഷമാണ് അയവ് വന്നത്. 2 മണിയോടുകൂടി ABVP പ്രവർത്തകനായ ഷിനോജ് പേരൂർക്കട ജംഗ്ഷനിലെ വലിയ പേരാലിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി. തുടർന്ന് അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് വിദ്യാർത്ഥി ഐക്യത്തിന്റെ പ്രവർത്തകർ പ്രകടനമായെത്തി പേരൂർക്കട ജംഗ്ഷൻ ഉപരോധിച്ചു. 4 മണിക്കൂറിലേറെ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അതേ തുടർന്ന് 6 മണി ഇടയ്ക്ക് ആദ്യം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എത്തി വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി. എന്നാൽ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നതിനെ തുടർന്ന് സബ് കളക്ടർ ദിവ്യായ സയ്യർ സ്ഥലത്തെത്തുകയും വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തുകയും ചെയ്തു. വിദ്യാർത്ഥികൾ അവരുടെ പ്രശ്നങ്ങൾ സബ് കളക്ടറോട് പറഞ്ഞു. തുടർന്ന് അവർ അതുമായി ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു. ജില്ലാ ഭരണകൂടം ഹോം സെക്രട്ടറി നന്ദി നെറ്റോയെ ബന്ധപ്പെട്ട് പ്രധാനമായും വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്ന ആവശ്യം ലക്ഷ്മി നായരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടണം എന്നതായിരുന്നു. ലക്ഷ്മി നായരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടുന്നതിനായി DCP ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് പാസ്പോർട്ട് ഓഫീസർക്ക് കത്ത് നൽകാമെന്ന ധാരണയെത്തി. തുടർന്ന് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലേക്കും മെസ്സേജ് പാസ് ചെയ്യാനും ധാരണയായി. അത് വിദ്യാർത്ഥികളെ അറിയിച്ചതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ച് വിദ്യാർത്ഥികൾ എണീക്കാൻ തുടങ്ങുന്നതിന് വിദ്യാർത്ഥികളും പോലീസുമായി ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ ഫലമായി ഫയർഫോഴ്സ് സമരം ചെയ്യുന്ന വിദ്യാർത്ഥിയെ താഴെ ഇറക്കാനായി ഇരച്ച് മുകളിലേക്ക് കയറി. എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ കയറിയതാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥി താഴേക്ക് ചാടാനുള്ള ശ്രമമുണ്ടായി. വടം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തിയ ഫയർഫോഴ്സ് അതിസാഹസികമായ വിധം ഷിനോജിനെ രക്ഷിച്ചു. ഷിനോജിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് UDF സമരപന്തലിനടുത്ത് 2 കോൺഗ്രസ് പ്രവർത്തകർ തലവഴി പെട്രോൾ ഒഴിച്ചുകൊണ്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. തുടർന്ന് സ്ഥിതിഗതികൾ കൈവിട്ടു പോകുന്ന നിലയിലേക്കെത്തി. തലവഴി പെട്രോൾ ഒഴിച്ച് പ്രവർത്തകരെ രക്ഷിക്കുന്നതിനായി ഫയർ എഞ്ചിനിൽ നിന്നും വെള്ളം ചീറ്റിയതോടെ സമരപന്തലിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വിഭാഗം പ്രവർത്തകർ ഫയർ എഞ്ചിന് നേരെ കല്ലെറിഞ്ഞു. തുടർന്ന് പോലീസ് ലാത്തിചാർജിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് നേതാക്കളും ഇരുഭാഗത്തു നിന്നും പ്രവർത്തകരെ ശാന്തരാക്കിയതോടുകൂടി സമ്മേളനം ഉണ്ടായി. തുടർന്ന് ഇപ്പോൾ VN സുധീരൻ APC അധ്യക്ഷനെത്തി സമരപന്തലിൽ സന്ദർശിക്കുന്നു, പ്രസംഗിക്കുകയാണ്. അപ്പുറത്ത് K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ് ജീവൻകുമാർ വിവരങ്ങൾ നൽകിയത്. ലോ അക്കാദമി വിഷയത്തിലെ സർക്കാർ നിലപാട് നിഷേധാത്മകമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സമരം വഴിതിരിച്ചു വിടാനും അട്ടിമറിക്കാനുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത്. ഘടകകക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണെന്നും സർക്കാർ മാനേജ്മെന്റിന് വിടുപണി ചെയ്യുകയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് സമരം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഇത് സൂചിപ്പിക്കുന്നത് മുന്നണി ഭരണത്തിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ലോ അക്കാദമിയുടെ സമരം വഴിതിരിച്ചു വിടുന്നതിനും അട്ടിമറിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. ഇല്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ഈ സമരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമരം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം വളരെ വളരെ അപലപനീയമാണ്. ഗവൺമെൻറ് പൂർണ്ണമായും മാനേജ്മെൻറ്റിന് പൂർണ്ണമായും വിടുപണി ചെയ്യുന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പരിഹരിക്കാൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കണം. ഇപ്പോൾ അതിൻ്റെ സമയമായിരിക്കുന്നു. ഒന്നാമത്തെ കക്ഷിയും രണ്ടാമത്തെ കക്ഷിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമായി തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. സുഭാഷ് വാസുവിന്റെ വെള്ളാപ്പള്ളി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് SFI സംസ്ഥാന സെക്രട്ടറി വിജിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നതിൽ നിന്ന് മാനേജ്മെന്റ് പിന്മാറണം എന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കോളേജിന്റെ മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനും വിദ്യാർത്ഥികൾ തീരുമാനിച്ചു. വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കാൻ പോലും വിദ്യാർത്ഥികളെ അനുവദിക്കുന്നില്ല എന്ന് വിജിൻ ആരോപിച്ചു. നെഹ്റു കോളേജിനോട് കിടപിടിക്കുന്ന പീഡനങ്ങളാണ് സുഭാഷ് വാസുവിന്റെ നേതൃത്വത്തിലുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ തുടർന്നത്. പലകുറി വിദ്യാർത്ഥികൾ SFIയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടും നടപടിയും പരിഹാരവും ഇല്ലാതായതോടെയാണ് SFI സംസ്ഥാന സെക്രട്ടറി വിജിന്റെ നേതൃത്വത്തിൽ കോളേജിലേക്ക് മാർച്ച് നടത്തി കൊടിമരം നാട്ടിയത്.
താടി വെക്കരുത്, ഹാൻഡ്കഫ് ചുരുട്ടി വെക്കരുത്, ഇന്റേണൽ മാർക്കിലെ കളി, ഹോസ്റ്റലിൽ മറ്റൊരാളുടെ ബെഡിൽ ഇരുന്നാൽ ഫൈൻ, മെത്ത ചുളിഞ്ഞാൽ ഫൈൻ, ഫൈനുകളുടെ മേളയായിരുന്നു കോളേജിലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇതിനെയൊക്കെ എതിർത്താൽ ഇടിമുറിയിലെ സ്നേഹപ്രകടനം വേറെയും സഹിക്കേണ്ടി വരും. വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് വിലക്കുണ്ടെന്നും വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തി. സുഭാഷ് വാസുവിനും ട്രസ്റ്റിലെ മറ്റംഗങ്ങൾക്കും ശക്തമായ മുന്നറിയിപ്പാണ് SFI നൽകിയത്. മറ്റ് സ്വാശ്രയ സ്ഥാപനങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇടിമുറി, ഫൈനിന്റെ പ്രളയം തുടങ്ങിയ നിരവധി പരാതികളാണ് വിദ്യാർത്ഥികൾ ഈ കോളേജിലും ഉന്നയിച്ചിട്ടുള്ളത്. അനിശ്ചിതകാല സമരത്തിലേക്കാണ് SFI നീങ്ങാൻ പോകുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നരേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ മുന്നിൽ നിന്ന് ആലപ്പുഴയിലെ ഷാജഹാനും പ്രമോദ് പന്തിയോടിനുമൊപ്പം രാജ്കുമാർ. തമിഴ്നാട് മുഖ്യമന്ത്രിയായുള്ള ശശികലയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഗവർണർ അനുമതി നൽകിയില്ല. സുപ്രീം കോടതി വിധി വരാനിരിക്കെ അനുവാദം നൽകേണ്ടെന്ന് അറ്റോർണി ജനറൽ നിയമോപദേശം നൽകിയിരുന്നു. അതേസമയം ശശികല മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് എതിരെ മുതിർന്ന DMK നേതാക്കൾ രംഗത്തെത്തി. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് ജയലളിതയ്ക്കെതിരെ പോയസ് ഗാർഡനിൽ ആക്രമണം ഉണ്ടായെന്ന് മുൻ സ്പീക്കർ കൂടിയായ PH പാണ്ഡ്യൻ ആരോപിച്ചു. അതിനിടയിൽ DMK നേതാക്കൾ നാളെ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കെ ശശികല നടരാജന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് മദ്രാസ് സർവകലാശാല ശതാബ്ദി ഹാളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായെങ്കിലും ഗവർണർ അനുമതി നൽകാൻ തയ്യാറായില്ല. പനീർസെൽവത്തിന്റെ രാജി അംഗീകരിച്ചെങ്കിലും ബദൽ സംവിധാനം ഉണ്ടാകും വരെ തുടരാനാണ് ഗവർണർ പനീർസെൽവത്തിന് നൽകിയ നിർദ്ദേശം. ശശികല ഉൾപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ സുപ്രീം കോടതി വിധി അറിഞ്ഞ ശേഷം അനുമതി നൽകിയാൽ മതിയെന്ന് അറ്റോർണി ജനറൽ ഗവർണർക്ക് നിയമോപദേശം നൽകിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മഹാരാഷ്ട്രയുടെ ചുമതല കൂടിയുള്ള ഗവർണർ ദില്ലിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാതെ മുംബൈയിലേക്കാണ് തിരിച്ചത്. അതിനിടയിൽ ശശികലയ്ക്കെതിരെ DMKയിൽ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. ശശികലയുടെയും ഭർത്താവ് നടരാജന്റെയും ശതകോടികളുടെ ഇടപാടുകൾ കണ്ടെത്തിയതിനാലാണ് ഷീല ബാലകൃഷ്ണനും മറ്റ് IAS ഉദ്യോഗസ്ഥർക്കും രാജിവെക്കേണ്ടി വന്നതെന്ന് വനിതാ വിഭാഗം നേതാവ് KS ഗീത ആരോപിച്ചു. ജയലളിത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ദിനം പോയസ് ഗാർഡനിൽ വാക്കുതർക്കമുണ്ടായെന്നും ജയലളിതയെ ആരോ പിടിച്ച് തള്ളിയെന്നും വീണുവെന്നും ശശികലയുടെ മുഖ്യമന്ത്രി സ്ഥാനം അംഗീകരിക്കില്ലെന്നും ആരോപിച്ച് DMKയുടെ മുതിർന്ന നേതാവ് PH പാണ്ഡ്യനും രംഗത്തെത്തി. രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ DMKയുടെ വർക്കിംഗ് പ്രസിഡന്റ് MK സ്റ്റാലിൻ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൃത്യസമയത്തായിരുന്നു നോട്ടുമാറ്റ പ്രഖ്യാപനമെന്ന് ന്യായീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത്. നോട്ടുമാറ്റത്തിന് ശേഷം ആദ്യമായി ലോക്സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രഖ്യാപനത്തിന് ശേഷം ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞത് വെറുതെയല്ല, എന്തിനേയും നേരിടാൻ തയ്യാറാണ്. അഴിമതി ആരോപണം ഉന്നയിച്ച ഭൂകമ്പം സൃഷ്ടിക്കും എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്കും പരിഹാസം. ഇന്നലെ രാത്രി ദില്ലിയിൽ ഭൂചലനം ഉണ്ടായി എന്നും മോദി പരിഹസിച്ചു. നോട്ടുമാറ്റ പ്രഖ്യാപനം കഴിഞ്ഞ 3 മാസത്തിനു ശേഷം പ്രധാനമന്ത്രി പാർലമെന്റിൽ മൗനം വെടിഞ്ഞു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകി സംസാരിച്ച മോദി നോട്ടുമാറ്റത്തെ ന്യായീകരിക്കാനാണ് മുഴുവൻ സമയവും ശ്രമിച്ചത്. സംവാദത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാണ്. പക്ഷേ TV പ്രതികരണങ്ങളുടെ ആരോപണം ഉന്നയിക്കാനാണ് പലർക്കും താല്പര്യം. പല വമ്പന്മാരും വേദനിക്കപ്പെട്ടു. അവർ തന്റെ ജീവനെതിരെ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ എന്തും നേരിടാൻ തയ്യാർ. ആരോഗ്യകരമായ അവസ്ഥയിലെ ശസ്ത്രക്രിയ ചെയ്യാനാകൂ. അങ്ങനെയെങ്കിൽ കൃത്യസമയത്ത് നോട്ടുമാറ്റം പ്രഖ്യാപിച്ച് കള്ളപ്പണത്തിനെതിരായ ശസ്ത്രക്രിയ നടത്താനായി എന്നും മോദി അവകാശപ്പെട്ടു. സ്വച്ഛ് ഭാരതിന് സമാനമായി നോട്ടുമാറ്റം രാജ്യത്തെ ശുദ്ധീകരിക്കും. കോൺഗ്രസിനെതിരെയും മോദി തിരിഞ്ഞു. അഴിമതി ആരോപണം ഉന്നയിച്ച് ഭൂകമ്പമുണ്ടാക്കുമെന്ന് രാഹുൽ ഗാന്ധി ശീതകാല സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇന്നലെ ദില്ലിയിലുണ്ടായ ഭൂകമ്പത്തെ പരാമർശിച്ച മോദി അവസാനം രാഹുൽ ഗാന്ധി പറഞ്ഞ ഭൂകമ്പം വന്നുവെന്നും പരിഹസിച്ചു. കോൺഗ്രസിന്റെ ഭരണകാലത്ത് സമാന്തര സമ്പദ് വ്യവസ്ഥ രൂപപ്പെട്ടിരുന്നു. അതിനെതിരെയാണ് പോരാട്ടം. സ്വാതന്ത്ര്യം നേടിത്തന്നത് ഒരു കുടുംബം മാത്രമെന്ന് കോൺഗ്രസ് കരുതുന്നു. അഴിമതി രാജ്യസേവനമായും അവർ കൊണ്ടു നടക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ രാജ്യത്തിനു വേണ്ടി മരിച്ചപ്പോൾ BJPയിൽ ഒരു പട്ടിയെങ്കിലും കൊല്ലപ്പെട്ടോ എന്ന് മല്ലികാർജുന ഖാർഗെ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ഇതിനും മോദി മറുപടി നൽകി. പട്ടികളെപ്പോലെ വളർന്നവരല്ല ഞങ്ങൾ. സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ്യത്തിനു വേണ്ടി മരിക്കാൻ കഴിയാത്ത തന്നെ പോലുള്ളവർ ഇപ്പോൾ രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുകയാണെന്ന് പ്രതിപക്ഷം ഓർമ്മിക്കണം. തെരഞ്ഞെടുപ്പിന്റെ കണ്ണാടിയിലൂടെ എല്ലാം കാണുന്നില്ല. നാടിന്റെ താല്പര്യമാണ് പ്രധാനം. 1.5 മണിക്കൂറോളം മോദിയുടെ പ്രസംഗം നീണ്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഫസൽ വധക്കേസിൽ പുനരന്വേഷണം നടത്താൻ CBI തയ്യാറാകണമെന്ന് KK രാഗേഷ് MP രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. CPIM നേതാക്കളായ കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും രാഗേഷ് ചൂണ്ടിക്കാട്ടി. ഫസൽ വധക്കേസിൽ CBI പ്രതി ചേർത്ത CPIM നേതാക്കളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും 2 വർഷത്തോളം ജയിൽവാസത്തിന് ശേഷം 3.5 വർഷമായി സ്വന്തം ജില്ലയിൽ പോലും പ്രവേശിക്കാനാകാത്ത വിധത്തിൽ കഴിയുകയാണ്. സ്വന്തം നാട്ടിൽ പോലും പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള കർശന ജാമ്യ വ്യവസ്ഥ നാടുകടത്തലായി മാറിയിരിക്കുകയാണെന്ന് KK രാഗേഷ് MP രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടി. To bring before this August House regarding the gross human rights violation against 2 CPM leaders from my district.
Karai Rajan and Karai Chandrasekhar. RSS ആണ് ഫസൽ വധത്തിന് പിന്നിലെന്ന് മോഹനൻ കേസിലെ പ്രതിയുടെ കുറ്റസമ്മതമൊഴിയോടെ വ്യക്തമായി കഴിഞ്ഞു. എന്നിട്ടും CBI പുനരന്വേഷണത്തിന് തയ്യാറാകുന്നില്ല. രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയായ CBI ഭരണക്കാരുടെ കയ്യിലെ ചട്ടുകമായി മാറുന്നത് ദൗർഭാഗ്യകരമാണെന്നും രാകേഷ് പറഞ്ഞു. CBI കൂട്ടിലടച്ച തത്തയാണെന്ന രാകേഷിന്റെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ പറഞ്ഞു. KK രാകേഷ് വിഷയം അവതരിപ്പിക്കവേ BJP അംഗങ്ങൾ സഭയിൽ ബഹളം വെച്ചു. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സോളാർ കേസിൽ നുണപരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് ഉമ്മൻചാണ്ടി. നിലവിൽ നുണപരിശോധന നടത്തേണ്ട സാഹചര്യമില്ലെന്ന് സോളാർ കമ്മീഷൻ മുൻപാകെ ഉമ്മൻചാണ്ടി പറഞ്ഞു. കാൺപൂർ ട്രെയിൻ അട്ടിമറിയുടെ മുഖ്യ സൂത്രധാരൻ നേപ്പാൾ സ്വദേശി ഷംസുൽ ഹുദ പിടിയിൽ. ദുബായിൽ നിന്ന് പുറത്തായതിന് പിന്നാലെയാണ് ഷംസുൽ നേപ്പാളിൽ അറസ്റ്റിലാകുന്നത്. അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘവുമായി ബന്ധമുള്ള ISI ഏജന്റാണ് ഷംസുൽ എന്നാണ് പോലീസ് നിഗമനം. കാൺപൂരിൽ കഴിഞ്ഞ നവംബർ 20-ന് ഇൻഡോർ പട്ന, ഡിസംബർ 28-ന് അജ്മീർ സിയാൽദ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ പാളം തെറ്റി 150 പേർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിൽ പാകിസ്ഥാൻ ചാര സംഘടനയായ ISI ആണ് എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ISIയുടെ പദ്ധതിക്ക് വേണ്ട സഹായങ്ങളടക്കം നൽകിയത് ഷംസുലായിരുന്നു. ഇയാൾ പിടിയിലായതോടെ പല കേസുകളിലും നിർണായകമായ നിഗമനങ്ങളിലെത്താൻ സാധിക്കും എന്നാണ് കരുതുന്നത്. കോന്നിയിൽ ബെവറേജസ് ഔട്ട്ലെറ്റിനെതിരെ സമരം നടത്തുന്ന അടൂർ പ്രകാശ് വേശ്യയുടെ ചാരിത്ര്യ പ്രസംഗമാണ് നടത്തുന്നത് എന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. അടൂർ പ്രകാശിന്റെ അടൂരിലെ യമുന ബാറിലേക്ക് DYFI നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടൂരിൽ ബാർ നടത്തുകയും കോന്നിയിലെ ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരെ സമരം നടത്തുകയും ചെയ്യുന്ന അടൂർ പ്രകാശിന്റെ ഇരട്ടത്താപ്പിനെതിരെയാണ് DYFIയുടെ നേതൃത്വത്തിൽ അടൂർ പ്രകാശിന്റെ അടൂരിലെ യമുന ബാറിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. അടൂർ പ്രകാശ് ജനങ്ങളെ പറ്റിക്കുകയാണെന്നും സ്വന്തം ബാർ നിർത്തിയതിനു ശേഷം ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരെ സമരത്തിനിറങ്ങണമായിരുന്നെന്നും ഉദയഭാനു പറഞ്ഞു. വേശ്യയുടെ ചാരിത്ര പ്രസംഗമാണ് അടൂർ പ്രകാശ് ഇപ്പോൾ നടത്തുന്നത്. വേശ്യയുടെ ചാരിത്ര പ്രസംഗം ഈ നാട് തിരിച്ചറിയുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ആളുകളെ പറ്റിക്കുന്ന നിങ്ങളുടെ മദ്യത്തിനെതിരെയുള്ള സമരം അപകാസ്യമാണ്. അത്തരം സമരങ്ങൾ ഈ നാട് വെച്ചുപൊറുപ്പിക്കുന്നില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി പറയുകയാണ്, മദ്യത്തിനെതിരായി പ്രകാശിന്റെ സമരം യമുന ബാറിലെ മദ്യക്കച്ചവടം അവസാനിപ്പിച്ച ശേഷമേ കഴിയൂ. ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാനുള്ള സമരത്തിന് ഞങ്ങൾ രൂപം നൽകും. അടൂർ ടൗണിൽ നിന്നുമാണ് നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനമായി യമുന ബാറിന് മുന്നിലേക്ക് എത്തിയത്. പ്രകടനത്തെ നേരിടാൻ വൻ പോലീസ് നിരയും സജ്ജമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കേരളത്തിലെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ് എന്ന പരാതിയുമായി സംസ്ഥാനത്തെ BJP നേതാക്കൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, V മുരളീധരൻ, PK കൃഷ്ണദാസ് എന്നിവരാണ് രാജ്നാഥ് സിംഗിനെ കണ്ടത്. സംസ്ഥാനത്തെ BJP നേതാക്കൾക്ക് കേന്ദ്രം സുരക്ഷ ഒരുക്കണം എന്ന് ആവശ്യപ്പെട്ടതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധർ റാവു പറഞ്ഞു. പ്രശംസനീയമായ രീതിയിൽ നടന്നു വന്നിരുന്ന കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനം അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കങ്ങളുടെ ഫലമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. കേരളത്തിന്റെ ഭക്ഷ്യധാന്യ വിഹിതം നിഷേധിച്ച കേന്ദ്ര നയത്തിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 18-ന് LDF നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായി ഫെബ്രുവരി 10 മുതൽ 15 വരെ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ പ്രചാരണ ജാഥകൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനം തകർക്കാൻ APL, BPL വേർതിരിവ് സൃഷ്ടിച്ച് UPA സർക്കാരാണ് തുടക്കം കുറിച്ചത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഏപ്രിൽ മാസം മുതൽ പ്രവാസി ചിട്ടികൾ ആരംഭിക്കുമെന്ന് KSFE ചെയർമാൻ അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് അറിയിച്ചു. KSFE നിക്ഷിപ്ത മൂലധനം 50 കോടിയിൽ നിന്ന് 100 കോടിയായി ഉയർന്നുവെന്നും ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് മുഴുവൻ ഇടപാടുകാരെയും കോർ സംവിധാനത്തിന് കീഴിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇളവ് 2017 എന്ന പേരിൽ ആരംഭിച്ച ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇളവ് പദ്ധതി പ്രകാരം 30 കോടി രൂപയാണ് ഇതുവരെ പിരിഞ്ഞു കിട്ടിയത്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ ചിട്ടി നടത്തിപ്പിൽ 10% വളർച്ചയാണ് ലക്ഷ്യമെന്ന് KSFE മാനേജിംഗ് ഡയറക്ടർ M പുരുഷോത്തമൻ പറഞ്ഞു. ഈ വർഷത്തെ മലങ്കര കത്തോലിക്ക പുരസ്കാരം ഗ്ലോബൽ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് ജോസഫിന്. മധ്യ തിരുവിതാംകൂറിൽ ജനകീയ എയർപോർട്ട് പദ്ധതി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കാണ് പുരസ്കാരം. അഭിവന്ദ്യ തോമസ് മാർ കുരിലോസ് മെത്രോപൊലിത്തയും ആന്റോ ആന്റണി MPയും ഒരുമിച്ചാണ് പുരസ്കാരം നൽകിയത്.